എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പത്തിരിയുടെ റെസിപ്പിയാണ്. കാരണം നമ്മൾ അരി വെച്ച് പത്തിരി നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയും കഴിച്ചിട്ടുണ്ടായിരിക്കും. ചെറിയ റൗണ്ട് പത്തിരി ഉണ്ടല്ലോ കടകളിലൊക്കെ ഇരിക്കുന്നത്, ചെറുത് റൗണ്ട്, ആ പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി അതിന് വേണ്ടുന്ന സാധനം വെച്ചാൽ തണ്ടേ, ഞാൻ ഇപ്പോൾ കുറച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഗ്ലാസ് നിറച്ചോ 2 ഗ്ലാസ്സോ ഒക്കെ എടുക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടി എടുക്കുക, 2 സ്പൂൺ മൈദാമാവ് ഇടുക. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി 2 ഗ്ലാസ് വരുമ്പോൾ എൻ്റെ സ്പൂൺ അനുസരിച്ച് മൈദാമാവ് എടുക്കാവൂ, അധികം എടുക്കരുത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ റവയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരുന്ന് എടുക്കുകയാണെങ്കിൽ റവ മാവിനകത്തിട്ട് തന്നെ കുഴച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് ഞാൻ 2 സ്പൂൺ റവ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിനകത്തിട്ട് കണ്ടില്ലേ. അതും ഇട്ട് ഇനി ഇടേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ജീരകം 2 സ്പൂണൊക്കെ ഇടാം, ജീരകം കേട്ടോ. എള്ള് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടായതുകൊണ്ട് ഞാൻ ഇടുക, നമുക്ക് കഴിക്കാനല്ലേ. വെള്ള എള്ള്, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ ഉണ്ടല്ലേ. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഗോതമ്പ് പൊടിയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ, എല്ലാവരും വീട്ടിലും കാണും. ഇഷ്ടം പോലെ ഗോതമ്പ് പൊടി ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന വെച്ചാൽ തേങ്ങയുടെ പാലിറങ്ങുന്ന രീതിയിൽ നല്ലോണം ഇതിനകത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർക്കാം. വേണ്ടേ, 1 സ്പൂൺ അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലോണം എല്ലായിടവും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധനം കൂടി ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതണ്ടേ ചെറിയ കശുവണ്ടി കണ്ടില്ലേ, കുഞ്ഞ് കശുവണ്ടി. ഇതൊക്കെ മുകളിൽ ഇതുണ്ടോ ഇതേപോലെ ഇരിക്കും. ഇത് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് കുറച്ച് എണ്ണ മതി, എണ്ണയ്ക്കകത്ത് ഇങ്ങനെ പൊരിച്ചിഞ്ഞെടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇതേപോലെ ഇരിക്കും. നല്ല രുചിയാണ് കഴിക്കാൻ. തേങ്ങയും ജീരകവും എള്ളും ഒക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. കശുവണ്ടിയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ശർക്കരയൊക്കെ ഇട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നനച്ചെടുക്കാം കുറച്ച് വെള്ളത്തിൽ. നമ്മളെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന കണക്ക് നല്ലോണം മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കട്ടെ. വേഗം തന്നെ നമ്മളെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന ലഘുവായിട്ടുള്ള പലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, കണ്ടില്ലേ, ചപ്പാത്തി കുഴയ്ക്കുന്ന കണക്ക് ഇങ്ങനെ കുഴച്ച് മാത്രം എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ അതെടുക്കുക, അതല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മാത്രം മതി. കുറച്ച് മാവ് ഇങ്ങനെ ഇടുക, കണ്ടില്ലേ. അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഈ മാവെടുത്ത് വയ്ക്കുക. വെച്ചിട്ട് നമ്മളെ കൈവച്ച് തന്നെ ഇത് ഇങ്ങനെ പരത്തുക. കണ്ടില്ലേ, കൈയുടെ പദം മാറ്റിയെടുക്കണം കേട്ടോ. അവസാനം അത് മാറ്റിയെടുക്കാം, ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഓട്ടയുടെ കണക്കായിപ്പോവും. കൈയുടെ പദം ഈ പതിപ്പ് കിടക്കുന്നുണ്ട്, ഓട്ടയുടെ ഇടുന്ന കണക്കായിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ നമ്മളെ കൈയുടെ പദമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ദാണ്ടേ ഈ പാത്രം വെച്ച് ഇങ്ങനെ ഒന്ന് അമക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല ലെവലായിട്ട് കിട്ടും. ആ കൈയുടെ പാടെല്ലാം അങ്ങ് മാറും. കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മളെ ചെറിയ കശുവണ്ടി ഇങ്ങനെ തൂറ്റി കൊടുക്കുക.
എന്നിട്ട് അത് ഈ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് തന്നെ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് വെച്ച് ഇങ്ങനെ അമുക്കി കൊടുക്കണം. കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് പാത്രം തിരിക്കുക, ഓരോന്നും റൗണ്ടാക്കുക. കണ്ടില്ലേ? ഇതിനി മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ ഇതേ കണക്ക് തന്നെ ആക്കി നമുക്ക് അടുത്തതും എടുക്കുക. നല്ല നല്ല രസമാണ് കഴിക്കാൻ. കണ്ടില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ള കൂട്ടുകാർക്ക് ഇത് അയച്ചും കൊടുക്കണം. പിന്നെ ഇത്തിരി മാവ് ഇതിനകത്ത് ഇങ്ങനെ തൂറ്റുക. ഉണ്ടല്ലേ? ഇത്രയേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഈ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഈ പാത്രം തന്നെ ഞാൻ രണ്ടിനും ഉപയോഗിക്കുന്നത്. കശുവണ്ടി മേലോട്ടിടുക, അമക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കാണിച്ചു തരുന്നത് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. ഗോതമ്പ് നമുക്ക് ഇഷ്ടം പോലെ കാണുമല്ലോ എല്ലാവരും വീട്ടുകളിൽ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. കണ്ടില്ലേ? എളുപ്പം നമ്മളെ പത്തിരി റെഡി ആയത് കണ്ടോ? നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പത്തിരിയാണിത് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഗോതമ്പ് പൊടി മാത്രം മതി. ഇത്തിരി എള്ളും ഉണ്ടെങ്കിൽ എള്ളിടാം, ജീരകവും ഇച്ചിരി കൂടുതലിടുക, തേങ്ങ കൂടുതലിടുക. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല മുരിഞ്ഞ പത്തിരി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ കുറച്ച് കട്ടൻ കാപ്പിയോ ഒക്കെ ഇട്ട് ഒന്ന് കഴിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നമ്മളെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. കണ്ടില്ലേ? 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ അതേപോലെ തന്നെ ഇതിനകത്തുണ്ട്. കശുവണ്ടി കുറച്ചൊക്കെ ഇങ്ങനെ വീഴും കേട്ടോ. അതൊന്നും വലിയ കാര്യം നോക്കണ്ട. കണ്ടില്ല? ആ എണ്ണ അതേപോലെ തന്നെ അതിൽ കാണും. നമുക്കിത് മാറ്റി കളഞ്ഞാൽ മതി. കണ്ടില്ലേ?